നമസ്കാരം. G20 സംബന്ധിക്കുന്ന പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. G20 ഉച്ചകോടി സമാപനത്തിലേക്ക് നീങ്ങുകയാണ്. വലിയ വിജയമാണ് രാജ്യത്തിന് അവകാശപ്പെടാനുള്ളത്. 100-ലധികം വിഷയങ്ങളിൽ ലോകരാജ്യങ്ങളെ സമുന്നയത്തിൻ്റെ പാതയിലെത്തിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. തർക്കവും ഭിന്നതയും നിലനിരുന്ന ഉക്രൈൻ യുദ്ധം പോലുള്ള വിഷയങ്ങളിൽ പോലും ലോകരാജ്യങ്ങൾ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ചർച്ചകൾക്ക് തയ്യാറായി. അതിന് നേതൃത്വം വഹിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. ലോക പ്രശ്നങ്ങളിൽ ഒരു സമവായത്തിൻ്റെ നീക്കം കൊണ്ടുവരാൻ ഇന്ത്യ ശ്രമിക്കുന്നു എന്നതും ഒപ്പം തന്നെ ഇന്ത്യക്ക് ലോകരാജ്യങ്ങൾക്കിടയിൽ ഒരു നേതൃത്വ പദവി ലഭിക്കുന്നു എന്നതും G20 നമുക്ക് കാണാൻ കഴിഞ്ഞു. G20 ഇന്ന് കൊടിയിറക്കം. ഈ ചർച്ചയിൽ എന്നോടൊപ്പം ചേരുന്നു അതിഥികൾ നയതന്ത്ര വിദഗ്ധൻ ശ്രീ KP ഫാബിയാൻ, ഒപ്പം ശ്രീ VJ വിൻസെൻ്റ്, അതുപോലെ പ്രൊഫസർ ജോസഫ് ആൻ്റണി, ഒപ്പം G20 ഡെസ്കിൽ നിന്ന് പ്രജിലയും. ആദ്യം പ്രജിലയിലേക്ക് പോകാം. പ്രജില, G20 അതിൻ്റെ സമാപനത്തിലേക്ക് നീങ്ങുന്നു. എന്ത് സൂചനകൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നു? ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ വലിയ നേട്ടങ്ങൾ ഇന്ത്യക്ക് അവകാശപ്പെടാനുണ്ട്. ആരോഗ്യം, പ്രതിരോധം, സാമ്പത്തികം, അതുപോലെ ഒട്ടനവധി മേഖലകളിൽ, ഗതാഗതം, ഒട്ടനവധി മേഖലകളിൽ മുന്നേറ്റം നടത്താൻ അല്ലെങ്കിൽ ധാരണകളിലെത്താൻ ഇന്ത്യക്കും മറ്റു രാജ്യങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെ അവലോകനം ചെയ്യാം G20 ഈ അവസാന നിമിഷങ്ങളെ? മനു, നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് ഇത് എത്ര വലിയ വിജയമാണ് ഇന്ത്യക്ക് ഇത് നയതന്ത്ര രംഗത്ത് എന്നുള്ളത്. ഇപ്പം ഞാനത് മനു ചോദിക്കുന്നതിന് മുമ്പ് ശശി തരൂരിൻ്റെ ഇന്നലത്തെ രാത്രിയിലൊരു ട്വീറ്റ് വായിക്കുമായിരുന്നു. അതായത്, വെൽ ഡൺ അമിതാഭ് ബൈറ്റിസ്, ലുക്ക് ലൈക്ക് IFS ലോസ്റ്റ് ആൻ ഏസ് ഡിപ്ലോമാറ്റ് വെൻ യു ഓപ്റ്റഡ് ഫോർ IAS. അതായത് IASൽ വന്നതുകൊണ്ട് നമുക്കൊരു വലിയ കഴിവുള്ള ഒരു IFS നയതന്ത്രജ്ഞനെ നഷ്ടമായി എന്നാണ് ശശി തരൂരിനെ പോലെ ഒരു മുൻ UN നയതന്ത്ര പ്രതിനിധിയായിരുന്ന ഒരു വ്യക്തി തന്നെ പറയുന്നത്. ഇതിൽ തന്നെ ഉണ്ട് നമ്മുടെ ഒരു നയതന്ത്ര വിജയം എത്രമാത്രമായിരുന്നു. ഇതിൽ നമ്മൾക്ക് മലയാളികൾക്ക് കൂടി നേരിയ തോതിൽ അഭിമാനിക്കാം. കാരണം അദ്ദേഹം അമിതാഭ് കാന്ത്, G20 ഷെയർപയായ അമിതാഭ് കാന്ത് നമ്മുടെ കേരള കേഡർ IAS ഉദ്യോഗസ്ഥനാണ്. ആ കാര്യം നമുക്ക് ഒരു വളരെ അഭിമാനിക്കാം. മാത്രമല്ല, അദ്ദേഹം ഇവിടെ കളക്ടറായിരുന്ന കാലത്ത് വലിയ ജനശ്രദ്ധ നേടിയ ഒരു വ്യക്തി കൂടിയായിരുന്നു. അദ്ദേഹം ഈ ജനങ്ങളുടെ പിന്തുണ നേടുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു മികച്ച കലക്ടറായും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചു എന്ന് ഞാൻ ഓർക്കുകയാണ്. തന്നെയാണ് നമ്മുടെ വെസ്റ്റേഷൻ കണക്ടിവിറ്റിയുടെ പിന്നിൽ പ്രവർത്തിച്ച അജിത് ഡോവൽ, അദ്ദേഹവും നമ്മുടെ കേരള കേഡർ IPS ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ നമ്മൾ രാജ്യം വലിയ നേട്ടമൊക്കെ സ്വന്തമാക്കുമ്പോൾ നമുക്കും ഒരു ചെറിയ രീതിയിൽ അതിൻ്റെ ഓരം ചേർന്ന് നിൽക്കാമെന്ന് തോന്നുന്നു. ഇന്നലത്തെ സബ്മിറ്റ് നമ്മൾ കണ്ടതാണ്. ഡേ 1 വലിയ തോതിലുള്ള വിജയം പല മേഖലയിലും ഉണ്ടായി. ഒന്ന്, ഇന്ത്യയുടെ ഒരു ഇനീഷ്യേറ്റീവ് വന്ന ആഫ്രിക്കൻ യൂണിയനെ ഉൾപ്പെടുത്തുന്നത്, അതുപോലെ തന്നെ ഗ്ലോബൽ ബയോഫ്യൂവൽ അലയൻസ് വരുന്നു, വെസ്റ്റേഷൻ കണക്ടിവിറ്റി വരുന്നു. അതുപോലെ ഇന്ന് ഒരു ഭാവി എന്ന വിഷയത്തിലുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിർണായകമായ വലിയ തോതിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ക്ലൈമറ്റ് ഫിനാൻസിങ്ങുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത്. UK ഒരു $2 ബില്യൺ ക്ലൈമറ്റ് ഫിനാൻസിങ് പ്രഖ്യാപിച്ചിരിക്കുന്നു. UKയുടെ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ സിംഗിൾ കമ്മിറ്റ്മെൻറ്റ് വരുന്നത് ഈ ഒരു മേഖലയിൽ. അത് വലിയൊരു വിജയം എന്ന് നമുക്ക് അവകാശപ്പെടാം. പ്രത്യേകിച്ചും നമ്മൾ ക്ലൈമറ്റ് ഫിനാൻസിങ്, ക്ലൈമറ്റിൻ്റെ പാരീസ് ക്ലൈമറ്റ് എഗ്രിമെൻ്റ് ഒക്കെ വലിയ രീതിയിൽ, മികച്ച രീതിയിൽ നടപ്പാക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ ഒരു വലിയ സഹായകരമാകും. അതോടൊപ്പം തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്നുകൂടി ക്ലൈമറ്റ് ഫിനാൻസിങ്ങിലേക്ക് ഫണ്ടിങ് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അത് കൃത്യമായി നടപ്പാക്കാൻ ഇന്ത്യക്ക് കഴിയും. മറ്റൊന്ന്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്, അതിലേക്ക് സുസ്ഥിര വികസനം എന്ന ഒരു ആശയം നടപ്പാക്കാൻ ഉള്ള ചർച്ച. അത് മനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ മേഖലകളിൽ, അത് വിദ്യാഭ്യാസം, അതേപോലെ ഗ്ലോബൽ സ്കിൽ മാപ്പിംഗ്, അഗ്രികൾച്ചർ, അങ്ങനെ വിവിധ മേഖലകളിൽ നമുക്ക് നിർണായകമായ തീരുമാനങ്ങളാണ് സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞു. വളരെ നന്ദി. ഞാൻ പ്രജിലയിലേക്ക് വീണ്ടും മടങ്ങിയെത്താം. ശ്രീ KP ഫാബിയാൻ ഇപ്പോൾ എന്നോടൊപ്പം ചേരും. ശ്രീ ഫാബിയാൻ, ഒരു വിശ്വാസരാഹിത്യം ഉണ്ടായിരുന്നു ലോകരാജ്യങ്ങൾക്കിടയിൽ എന്നാണ് നമ്മുടെ ഈ ജോയിൻറ്റ് ഡിക്ലറേഷൻ മുമ്പ് പ്രധാനമന്ത്രി പറഞ്ഞത്. ആ വിശ്വാസരാഹിത്യം അത് ഈ യുക്രൈൻ വാറിനോട് ബന്ധപ്പെട്ടാണ് ഉണ്ടായിരുന്നത്. അത് മാറ്റാൻ ഇന്ത്യക്ക് കഴിഞ്ഞു.
പിന്നീട് സമവായത്തിൻ്റെ പാതയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. എത്ര വലിയൊരു നയതന്ത്ര വിജയം ഈ G20 ഉച്ചകോടിയുടെ സമാപനത്തോട് നമുക്ക് കാണാൻ കഴിയുന്നു? ഇത് ഇങ്ങനെയൊരു ഡൽഹി ഡിക്ലറേഷൻ എല്ലാവരെയും ഒരുമിപ്പിച്ച് പ്രോക്ലെയിം ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഒരു ഡിപ്ലോമാറ്റിക് കൂ ആണ്. പക്ഷേ അതേ സമയത്ത് തന്നെ നമ്മൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് മനസ്സിലാക്കണം. ആ ഡിക്ലറേഷനിൽ പറഞ്ഞിരിക്കുന്നത് പോലെ പാരഗ്രാഫ് 8 to 14 ആണ് യുക്രൈനെ പറ്റി പറയുന്നത്. എല്ലാ രാജ്യങ്ങളും അവരുടെ യുണൈറ്റഡ് നേഷൻസിൽ സെക്യൂരിറ്റി കൗൺസിലും ജനറൽ അസംബ്ലിയിലും എക്സ്പ്രസ് ചെയ്ത അവരുടെ പൊസിഷനിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അതുകൊണ്ട് അതിൽ യാതൊരു ചേഞ്ചും ഇല്ല. പിന്നെ വേറെന്ത് മനസ്സിലാക്കാനുള്ളത്, റഷ്യക്ക് ഒരു കൺസെഷൻ കിട്ടിയിട്ടുണ്ട്. ഒന്ന്, റഷ്യയുടെ പേര് അഗ്രസറായിട്ട് പറഞ്ഞിട്ടില്ല. രണ്ട്, റഷ്യയും യുണൈറ്റഡ് നേഷൻസുമായിട്ടൊരു റിട്ടേൺ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു ഈ ബ്ലാക്ക് സീ ഗ്രെയിൻ ഡീലിനെ പറ്റി. അതായത് യുക്രൈൻ്റെ ഗ്രെയിൻ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ റഷ്യയ്ക്കും ഗ്രെയിനും ഫെർട്ടിലൈസറും എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെസ്റ്റേൺ സാങ്ഷൻസ് ലിഫ്റ്റ് ചെയ്യണം. അത് റഷ്യയും യുണൈറ്റഡ് നേഷൻസ് തമ്മിലുള്ള ഒരു റിട്ടേൺ അണ്ടർസ്റ്റാൻഡിംഗ് ആയിരുന്നു. അത് വെസ്റ്റേൺ സാങ്ഷൻസ് ലിഫ്റ്റ് ചെയ്തില്ല. അത് കാരണമാണ് ജൂലൈ 17 പുടിൻ വിഡ്രോ ചെയ്തത്. അപ്പോൾ ആ അണ്ടർസ്റ്റാൻഡിങ്ങിനെ പറ്റി ഒരു പാരഗ്രാഫ് ഉണ്ട്. അതായത് G20 അത് എൻഡോഴ്സ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഒരു പക്ഷേ, ഞാൻ രണ്ട് പ്രാവശ്യം പറയാൻ ആഗ്രഹിക്കുന്നു, ഒരു പക്ഷേ വെസ്റ്റിൻ്റെ സാങ്ഷൻസ് ലിഫ്റ്റ് ചെയ്തേക്കാം റഷ്യക്കെതിരായിട്ടുള്ള ഈ ഫുഡ് ഗ്രെയിൻസിനും ഫെർട്ടിലൈസറിനും കാര്യത്തിൽ മാത്രം. അങ്ങനെയാണെങ്കിൽ ബ്ലാക്ക് സീ ഗ്രെയിൻ എക്സ്പോർട്ട് ഡീല് റിവൈവ് ചെയ്യാൻ സാധിക്കും. അത് വെരി നല്ല കാര്യമായിരിക്കും. പക്ഷേ ഈ ഡിക്ലറേഷൻ കൊണ്ട് യുക്രൈൻ യുദ്ധത്തിന് ഒരു വിരാമം ഉണ്ടാവാനുള്ള യാതൊരു സാധ്യതയും നമ്മൾ കാണുന്നില്ല. രാഷ്ട്രങ്ങൾ അവരുടെ പൊസിഷൻസിൽ ഉറച്ചു നിൽക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടി, ഇന്നലെയും മിനിഞ്ഞാന്നും റഷ്യ വളരെ ക്രൂരമായിട്ട് പക്ഷെ വളരെ വലിയ തോതിൽ യുക്രൈനിലെ ഡാന്യൂബ് നദിയിലെ പോർട്ടുകളെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. യുക്രൈൻ പറയുന്നു ഇതുവരെ റഷ്യ 270,000 ഗ്രെയിൻസ് ഡിസ്ട്രോയ് ചെയ്തു. തന്നെയുമല്ല യുക്രൈനിന് ഇപ്പോൾ റുമേനിയ വഴി എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ യുക്രൈനും ഇതൊരു നല്ല കാര്യമാണ്. പക്ഷെ അവരത് പുറത്ത് പറയാൻ സമ്മതിക്കില്ല. അപ്പോൾ പല ഫാക്ടേഴ്സ് ഉണ്ട് ഈ ഇതുപോലെയുള്ളൊരു കോംപ്രമൈസ്. ലാംഗ്വേജ് ഉണ്ടാക്കിയത് കൊണ്ട് ആരുടെയെങ്കിലും പൊസിഷൻ മാറിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ ഈ ഉച്ചകോടിയിൽ ഉണ്ടായി. അത് ഒരു സാമ്പത്തിക ഇടനാഴിയെ സംബന്ധിച്ചുള്ള വലിയ പ്രഖ്യാപനം ഉണ്ടായി. മിഡിൽ ഈസ്റ്റിലേക്ക് ഒരു കോറിഡോർ, ഇൻഫ്രാസ്ട്രക്ചർ കോറിഡോർ വരുന്നു. മിഡിൽ ഈസ്റ്റ് യൂറോപ്യൻ യൂണിയനുമായി കണക്ട് ചെയ്യപ്പെടുന്നു. ട്രേഡിൻ്റെ ഒരു വലിയ സാധ്യത അവിടെ തെളിഞ്ഞു വരുന്നു. ഇതൊക്കെ എങ്ങനെയാണ് ഗ്ലോബൽ കമ്മ്യൂണിറ്റി, ആഗോള സമൂഹത്തെ കൂടുതൽ പുരോഗമനത്തിലേക്ക് നയിക്കാൻ എത്രമാത്രം ഇത് ഗുണകരമാകുമെന്നാണ് താങ്കൾ കരുതുന്നത്? ഈ പ്രസ്ഥാനത്തെ പറ്റി കഴിഞ്ഞ കൊല്ലം ജൂലൈ മാസത്തിൽ ബൈഡൻ സൗദി അറേബ്യയിൽ പോയപ്പോൾ അവർ സംസാരിക്കാൻ തുടങ്ങിയതാണ്. അതിനുശേഷം ഇന്ത്യയും മറ്റു രാജ്യങ്ങളും കൂടി ഈ ചർച്ചകളിൽ ഏർപ്പെട്ടു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് നല്ല കാര്യമാണ്. കാരണം കണക്ടിവിറ്റി ഇല്ലാതെ നമ്മൾ വൺ പ്ലാനറ്റ്, വൺ ഫാമിലി, വൺ ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. തന്നെയുമല്ല, ഇക്കാര്യത്തിൽ കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ ചൈന വളരെ ആക്റ്റീവായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ബെൽറ്റ് ആൻഡ് റോഡ്. അതിന് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിൽ ചേരാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മുടെ ടെറിട്ടറിയിൽ കൂടിയാണ് അവർ പാകിസ്ഥാൻ ചൈന എക്കണോമിക് കോറിഡോർ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഇന്ത്യക്ക് വളരെ നല്ലതാണ്, മിഡിൽ ഈസ്റ്റിന് നല്ലതാണ്,
യൂറോപ്പിന് നല്ലതാണ്. എന്നാലും ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഇതൊരു പ്രഖ്യാപനമാണ്. 60 ദിവസത്തിനുള്ളിൽ ഒഫീഷ്യൽസ് ഇതിനൊരു പ്ലാൻ ഉണ്ടാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ആരാണിത് ഫണ്ട് ചെയ്യാൻ പോകണമെന്നും പറഞ്ഞിട്ടില്ല. ചൈന ബെൽറ്റ് ആൻഡ് റോഡ് ഫണ്ട് ചെയ്യണ പോലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇത് ഫണ്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നോക്കാം. ഇത് നല്ല കാര്യം. എന്തായാലും പക്ഷേ ഈ ചൈനീസ് ബന്ധം കുറെ കൂടി മെച്ചപ്പെടും എന്ന് കരുതേണ്ടതുണ്ടോ? ഇപ്പോൾ ഷീ ജിൻപിങ് എത്തിയില്ല, ലീ ഷിയാങ് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ റഷ്യൻ ബന്ധവും, ഇത് രണ്ടും എത്ര നിർണായകമാണ്? റഷ്യ ഇപ്പോൾ ഇങ്ങനെ നമ്മൾ യുക്രൈനിലെ യുദ്ധത്തെ ഒരു ചെറിയ തോതിലെങ്കിലും അത് സംബന്ധിച്ചൊരു പരാമർശം ഉണ്ടായി. അതിനെ വലിയ തോതിൽ റഷ്യൻ ഷെർപ്പ സ്വെറ്റ്ലാന ലുക്കാഷ് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഈ രണ്ട് രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധം ഇനി എങ്ങനെ പരിണമിക്കും എന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത്? ഡിപ്ലോമസി എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു ഡാൻസ് വിത്ത് മോർ ദാൻ വൺ പാർട്ട്ണർ അറ്റ് എ ടൈം. അക്കാര്യത്തിൽ ഇന്ത്യക്ക് അതിനുള്ള സ്കിൽസ് ഉണ്ട്. അതൊന്ന്. രണ്ടാമത്, ചൈനയുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം മോശപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അതേ സമയത്ത് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചൈനയെ പ്രൊവോക്ക് ചെയ്യാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. കഴിയുന്നിടത്തോളം ശ്രമിക്കുക ബന്ധം മെച്ചപ്പെടുത്താൻ. പക്ഷേ അതേ സമയത്ത് തന്നെ അതിർത്തിയിൽ ചൈനീസ് സൈന്യത്തെ വേണ്ട ശക്തിയോടുകൂടി എതിർക്കുക. അതാണ് ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യെസ്, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ എന്നോടൊപ്പം ശ്രീ ജോസഫ് ആൻ്റണി, പ്രൊഫസർ ജോസഫ് ആൻ്റണി കൂടി ചേരുന്നുണ്ട്. പ്രൊഫസർ ജോസഫ് ആൻ്റണി, ഈ വിഷയത്തെ ഇപ്പോൾ ഇന്ത്യക്ക് വലിയ തോതിൽ ഒരു ഐക്യമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നത് വലിയ ഒരു കാര്യമായി നമുക്ക് മുന്നിൽ വരുന്നുണ്ട്. സമവായം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നത് ഒരു വലിയ ആശയമായി വരുന്നുണ്ട്. നമ്മുടെ ഒരു ട്രേഡിംഗ് കമ്മ്യൂണിറ്റിയെ ഇത് കൂടുതൽ കരുത്ത് വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും എന്നത് ഉറപ്പാണ്. പക്ഷേ ഒരു ഗ്ലോബൽ പൊസിഷനിങ്ങിൽ ഇന്ത്യ കുറേ കൂടി ആ സ്കെയിലിൽ മുകളിലേക്ക് നീങ്ങുന്നു എന്നതിൻ്റെ സൂചന നമുക്ക് എങ്ങനെ ഇതിൽ നിന്ന് വായിച്ചെടുക്കാനാകും? ഇന്ത്യ ആഗോള രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയത് നമ്മൾ ഒരു സാമ്പത്തിക ശക്തിയായി 21ാം നൂറ്റാണ്ടിന്റെ ആദ്യം മുതൽ ഉയർന്നു വന്നതോട് കൂടിയിട്ടാണ്. അത് 1990 മുതൽ തുടങ്ങിയ പുതിയ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ഫലമായി ഇന്ത്യ സമ്പദ് വ്യവസ്ഥയുണ്ടായ വളർച്ചയുടെ ഫലമായിട്ടാണ്. അത്തരം ഒരു പുതിയ സാമ്പത്തിക നയം സ്വീകരിച്ചപ്പോൾ അതോടൊപ്പം തന്നെ നമ്മളൊരു പുതിയ വിദേശ നയവും സ്വീകരിച്ചു. അങ്ങനെ ആ പുതിയ സാമ്പത്തിക നയങ്ങളുടെയും വിദേശ നയങ്ങളുടെയും ഫലമായി അമേരിക്ക ഉൾപ്പെടെ രാജ്യങ്ങളോട് കൂടുതൽ അടുത്തു വരുന്ന ഒരു സമീപനം നമ്മൾ കാണിക്കുകയും നമ്മളോട് അടുക്കാൻ അമേരിക്ക താല്പര്യം കാണിക്കുകയും ചെയ്തു. ഇത് സോവിയറ്റ് യൂണിയന് ശേഷം ഉണ്ടായ ആഗോള രാഷ്ട്രീയത്തിലുണ്ടായ ചില മാറ്റങ്ങളുടെ പ്രതിഫലനമാണ്. ആ മാറ്റങ്ങൾ എന്ന് പറയുന്നത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ അപവാദിത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ചൈന എന്ന് പറയുന്ന രാജ്യം വന്നത് നമ്മളോട് അമേരിക്കയ്ക്ക് സ്നേഹമുണ്ടാകാനുള്ള ഒരു കാരണമാണ്. അമേരിക്കയ്ക്ക് സ്നേഹമുണ്ടാകാൻ ഈ ജിയോപൊളിറ്റിക്കൽ റീസൺ മാത്രമല്ല കാരണമായത്. മറ്റൊന്ന് നമ്മുടെ സാമ്പത്തിക വളർച്ചയാണ്. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയൊരു മാർക്കറ്റാണ്. ആ മാർക്കറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കെല്ലാം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതാണ് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഈ പുതിയ ഇന്ത്യ എന്ന് പറയുന്ന ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയത് ഈ 21ാം നൂറ്റാണ്ട് മുതൽ തന്നെയാണ്. അതിന്റെ ഫലമായിട്ടാണ് ഈ ബ്രിക്സ് പോലെയുള്ള പ്രസ്ഥാനങ്ങൾ, ഇന്ത്യ, ബ്രസീല്, റഷ്യ, ചൈന ഇവയെല്ലാം പുതിയ സാമ്പത്തിക ശക്തിയായി ഉയർന്നു വരുന്നു എന്ന് ഈ ഗോൾഡ്മാൻ സാക്സ് പോലെയുള്ള ഓർഗനൈസേഷൻസ് പറയുകയും ആളുകൾ അങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങുകയും ചെയ്തു. അപ്പോൾ അതിന്റെ ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള നമ്മൾ വലിയ സാമ്പത്തിക ശക്തിയായി മാറി. അതിന്റെ ഫലമായിട്ട് നമ്മൾ ഒരു സാമ്പത്തിക ശക്തിയായ ഒരു രാജ്യം മാറുമ്പോൾ അതൊരു ആഗോള ശക്തിയായിട്ട് മാറും. അതിന്റെ ഭാഗമായിട്ട് നമുക്കിപ്പോ എല്ലാ വർഷവും ഓരോ രാജ്യങ്ങൾ മാറി മാറി ഏറ്റെടുക്കുന്നതാണ് G20 സമ്മേളനം. അതിന്റെ ഫലമായിട്ട് 2021 ഏറ്റെടുക്കേണ്ട സമ്മേളനം നമ്മൾ ക്രമേണ നീട്ടി വെച്ച് 2023 കൊണ്ടുവരികയും നമ്മൾ അത് നടത്തുകയും ചെയ്തു. അപ്പൊ നമ്മൾ നടത്തിയത് വളരെ വളരെ 220ഓളം മീറ്റിങ്ങുകൾ ഇന്ത്യയുടെ 60 നഗരങ്ങളിലായി നടത്തുന്നു. നമ്മൾ കുട്ടികളെ പങ്കെടുപ്പിക്കുന്നു, യുവാക്കളെ പങ്കെടുപ്പിക്കുന്നു, സ്ത്രീകളെ പങ്കെടുപ്പിക്കുന്നു. അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലകളിൽ നമ്മൾ സമ്മേളനങ്ങൾ നടത്തും. അതുപോലെ തന്നെ
വ്യത്യസ്തങ്ങളായിട്ടുള്ള അതെ, നമ്മൾ വിപുലമായ ഒരു ഇൻക്ലൂസീവ്നെസ് അതിൽ പ്രകടമാക്കി. ഒരു മിനിറ്റ്, താങ്കൾ ആ സൂചിപ്പിച്ച കാര്യം ഒന്ന് ഞാൻ KP ഫാബിയനിലേക്കും കൂടി പോയിട്ട് വരാം. ഒരു സാമ്പത്തിക ശക്തിയാകുമ്പോൾ നമ്മളൊരു ആഗോള ശക്തിയാകുന്നു. എനിക്കിവിടെയുള്ള ഒരു സംശയം ശ്രീ ഫാബിയൻ, ഒരു മിലിറ്ററി മൈറ്റ് കൂടി നമ്മൾ ആകേണ്ടതുണ്ടോ? ആയുധപരമായി സൈനികമായി കരുത്താർജിക്കുന്ന രാജ്യങ്ങളെ നിക്ഷേപകർ കൂടുതൽ വിശ്വസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടോ? ഇപ്പം നമുക്ക് ദുർബലരായ ഒരു സൈനിക ശക്തിയുള്ളൊരു രാജ്യത്തെ വിശ്വാസത്തിലെടുക്കില്ല എന്ന നിലപാടുണ്ടോ? അപ്പോൾ ട്രേഡ്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, വിദേശ നിക്ഷേപം തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും ഒരു സൈനിക ശക്തിയാകേണ്ടതിൻ്റെ ആവശ്യകത എത്രമാത്രം പ്രധാനപ്പെട്ടതാണ്? നല്ല ചോദ്യം. അതിനുത്തരം പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു ഇന്ത്യയുടെ സാമ്പത്തിക ശക്തിയെപ്പറ്റി. ഇന്ത്യ ഇപ്പോൾ 5ാമത്തെ GDP ടേംസിൽ 5ാമത്തെ പദവിയിലാണ് ഇരിക്കുന്നത്. അതേസമയത്ത് തന്നെ നമ്മൾ വേറൊരു കാര്യം ഓർക്കണം. പെർ ക്യാപിറ്റ ഇൻകം എടുത്താൽ G20-യിൽ ഇന്ത്യ ഏറ്റവും താഴെയാണ്. ഇന്ത്യയുടേത് പെർ ക്യാപിറ്റ ഇൻകം X ആണെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ഇന്തോനേഷ്യയുടേത് 2x ആണ്, സൗത്ത് ആഫ്രിക്കയത് 3x ആണ്, ബ്രസീലിൻ്റെ 4x ആണ്, മെക്സിക്കോൻ്റെയും റഷ്യയുടെയും 5x ആണ്. അപ്പോൾ അതാണ് അവിടെയാണ് നമ്മൾ. അപ്പോൾ അത് നമ്മൾ മറക്കരുത്. പിന്നെ ചോദ്യത്തിന് ഉത്തരം, തീർച്ചയായിട്ടും ഒരു ചൈനീസിനൊരു കോൺസെപ്റ്റ് ഉണ്ട്, കോംപ്രിഹെൻസീവ് സ്റ്റേറ്റ് പവർ. ആ കോംപ്രിഹെൻസീവ് സ്റ്റേറ്റ് പവറിൽ പല ഘടകങ്ങളുണ്ട്. സാമ്പത്തിക ശക്തി, മിലിറ്ററി പവർ, കോഹിറൻസ് ഓഫ് ലീഡർഷിപ്പ്, വെൽത്ത്, മിനറൽസ്, ദിസ് ആൻഡ് ദാറ്റ്. അപ്പോൾ എല്ലാം കൂടി ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് വേണം പവറിനെ പറ്റി. അതിൻ്റെ കൂടെ സോഫ്റ്റ് പവറും ഉണ്ട്. ഇന്ത്യക്ക് നല്ല സോഫ്റ്റ് പവറുണ്ട്. നമ്മുടെ യോഗ, നമ്മുടെ മറ്റു തരത്തിലുള്ള സിവിലൈസേഷൻ സ്ട്രെങ്ത്, നല്ല കാര്യം. പക്ഷേ കൂടുതൽ മിലിറ്ററി പവർ വേണം നമുക്ക്. അതേസമയത്ത് തന്നെ നമുക്ക് കൂടുതൽ എന്താ പറയുക, നമ്മുടെ മിലിറ്ററി ഷുഡ് ബി ലെസ് ഡിപ്പെൻഡൻ്റ് ഓൺ അതേഴ്സ് ഫോർ ടെക്നോളജി ആൻഡ് എക്യുപ്മെൻറ്റ് ആൻഡ് സ്പെയർ പാർട്സ്. അത് അങ്ങോട്ട് മുന്നോട്ട് വരുന്നില്ല എന്നാണ്. ആവശ്യമുള്ള വേഗത്തിൽ അത് മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ് ഡൽഹിയിൽ പലരുടെയും നിഗമനം. നമ്മുടെ DRDOയും മറ്റ് സ്ഥാപനങ്ങളും ഇതിന് സംബന്ധിച്ചൊരു റിസർച്ചും കാര്യങ്ങൾ നടത്തുന്നുണ്ട്. ഡിഫൻസ് സെക്ടറിൽ പ്രൈവറ്റൈസേഷൻ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെയൊക്കെ രാജ്യം അതിനെ പരിഗണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് മതിയാകില്ല എന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? നമ്മൾ കുറേ കൂടി ഗൗരവപൂർവമായി ഈ വിഷയം ഒരു സെൽഫ് സസ്റ്റൈനബിലിറ്റി അല്ലെങ്കിൽ സെൽഫ് റിലയൻ്റ് ആകേണ്ട ഒരു സാഹചര്യം പിന്നെ എങ്ങനെ ഉരുത്തിരിയും എന്നാണ് കരുതേണ്ടത്? നമുക്കതിനുള്ള കഴിവുണ്ട്. നമ്മുടെ കഴിവ് നമ്മൾ ഉപയോഗിച്ചാൽ മതി. ആ കഴിവ് ഉപയോഗിക്കുന്നതിൽ ഈ അടുത്ത കാലത്ത് വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കൂടുതൽ പുരോഗതിയുടെ ആവശ്യമുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. ഇതിൽ ഒരു പ്രധാന കാര്യം, ഈ ചൈന നമുക്കൊരു ത്രെട്ടായിരിക്കുന്നു. അപ്പോൾ ഇന്ത്യ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നു എന്നത് ഒരു പക്ഷേ ഇന്ത്യ ചൈനീസ് ബന്ധത്തെ കൂടുതൽ വഷളാക്കുമോ? പാകിസ്ഥാൻ അതിനെ ഭയാശങ്കയോടെ കാണുമോ? അങ്ങേക്ക് ഓർമ്മയുണ്ടാകുമല്ലോ, നമ്മൾ പൊക്കാറനിൽ 2ാമത്തെ പരീക്ഷണം നടത്തിയപ്പോൾ അത് പാകിസ്ഥാനെ ചൊടിപ്പിക്കുന്നു. അവർ ആ സൈനിക പരീക്ഷണത്തിന് നീങ്ങുന്നു. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്ക് ഒരു ന്യൂക്ലിയർ റേസിലേക്ക് ആളുകൾ നീങ്ങുന്നു എന്ന ആശങ്ക ലോക ജനത പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ സൈനികമായി ഇന്ത്യ ശക്തിയാർജിക്കുന്നത് ഇൻ്റർനാഷണൽ ഡിപ്ലോമസിയിൽ നമുക്ക് എങ്ങനെ അവരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് ചെയ്യാൻ കഴിയുമെന്നാണ് കരുതേണ്ടത്? പാകിസ്ഥാനും ചൈനയും തമ്മിൽ വളരെ ഡീപ്പായിട്ടുള്ളൊരു നെക്സസ് ഉണ്ട്. ചാണക്യ പറഞ്ഞു, ഒരു രാജ്യത്തിൻ്റെ നെയ്ബേഴ്സിൽ ഒരു നെയ്ബറെങ്കിലും ഈ രാജ്യത്തെ എനിമിയായിട്ട് കാണും. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ ഇന്ത്യയെ എനിമിയായിട്ട് കാണുന്നു. ചൈന ഇന്ത്യയെ എനിമിയായിട്ടല്ല, ഒരു എതിരാളിയായിട്ട് കാണുന്നു. കാരണം ചൈനയ്ക്കൊരു യൂണിപോളാർ ഏഷ്യ ലെഡ് ബൈ ചൈന, അതാണ് ചൈനയുടെ ലക്ഷ്യം. അതിൻ്റെ ഒബ്സ്റ്റക്കിൾ ആരാണ്? ഇന്ത്യ. അതാണ് ചൈന ഇന്ത്യക്കെതിരായിട്ട് ബോർഡറിലും മറ്റ് സ്ഥലങ്ങളിലും പ്രവർത്തിക്കുന്നത്. അപ്പം ഈ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് അമേരിക്കയായിട്ട് ഡിഫൻസ് റിലേഷൻഷിപ്പ് വേണം. അതേ സമയത്ത് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ
അമേരിക്കയെ പോയി കെട്ടിപ്പിടിക്കരുത്, ഷെയ്ക്ക് ഹാൻഡ് ചെയ്യണം നല്ലത്. കാരണം കെട്ടിപ്പിടിച്ചാൽ അത് ഒരു സമയത്ത് അത് സഫോക്കേറ്റിംഗ് ആവും. അതുകൊണ്ട് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുക, അമേരിക്കയിൽ നിന്നുള്ള ടെക്നോളജി വാങ്ങിക്കുക, അമേരിക്കയായിട്ട് നല്ല സമ്പർക്കത്തിലിരിക്കുക, പക്ഷേ അമേരിക്കയുടെ അലയാവരുത്. അതോടൊപ്പം ഈ റഷ്യൻ ഒരു താല്പര്യം ഇനി എങ്ങനെയാണ്? കാരണം റഷ്യ, നമ്മൾ ഈ യുദ്ധഘട്ടത്തിൽ റഷ്യയെ നമ്മൾ അങ്ങനെ തള്ളിപ്പറഞ്ഞില്ല. നമ്മൾ റഷ്യയുമായി ട്രേഡ് റിലേഷൻസ് ഉണ്ടായിരുന്നു. ഒരു പക്ഷേ നമ്മുടെ ട്രേഡ് വ്യാപാര ബന്ധം ആ ഘട്ടത്തിൽ കുറേ കൂടി ശക്തമായി എന്ന് മനസ്സിലാകുന്ന സാഹചര്യമുണ്ട്. അത് വർദ്ധിച്ചു. ട്രേഡ് 30% ഒക്കെ ആയി റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന 30% വർദ്ധിച്ചു എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വന്നു. മാത്രമല്ല റുപ്പിയിൽ നമുക്ക് രൂപ ഉപയോഗിച്ച് ഒരു വിനിമയം നടത്താൻ കഴിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഈ പ്രഖ്യാപനം ഒരുപക്ഷെ റഷ്യയുടെ പേരെടുത്തു പറഞ്ഞില്ലെങ്കിൽ പോലും ഉക്രൈൻ വിഷയം ഇവിടെ പരാമർശിക്കേണ്ടി വന്നു ഈ ഡിക്ലറേഷനിൽ. തുടർന്നുള്ള ഈ ഇങ്ങനെ പരാമർശിച്ചതിനെ ഇപ്പോൾ നമ്മുടെ ഉക്രൈനിൽ നിന്നുള്ള ഷെർപ്പ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വെറ്റ്ലാന ലുക്കാഷ് അത് അംഗീകരിക്കുന്നു എന്നവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ഈ റിലേഷനെ ഇത് ഇനി ബാധിക്കുമോ, അതോ ഈ വിശ്വസനീയത റഷ്യയുമായി ഡെവലപ്പ് ചെയ്യുന്ന ഈ സൗഹൃദം അത് കൂടുതൽ കരുത്താർജിക്കുമോ? എന്താണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? റഷ്യ ഇന്ത്യയുടെ ഒരു ടൈം ടെസ്റ്റഡ് ഫ്രണ്ടാണ്. റഷ്യയും അതിനു മുമ്പ് സോവിയറ്റ് യൂണിയനും. ബംഗ്ലാദേശ് വാർ 1971 നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അതെ, ഇൻഡോ സോവിയറ്റ് ട്രീറ്റി 9th of August 1971. അതെ. അപ്പോൾ മോസ്കോ ഒരു ടെസ്റ്റഡ് ഫ്രണ്ടാണ്. റഷ്യയുമായിട്ട് നല്ല ബന്ധം തുടരുന്നത് ഇന്ത്യയുടെ ഒരു ആവശ്യമാണ്. അത് നമ്മൾ വളരെ കാര്യശേഷിയോടെ ചെയ്തിട്ടുണ്ട്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒരു പ്രധാനപ്പെട്ട ഒരു 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 ഫ്രണ്ടാണ്. ഞാൻ അലൈ എന്നുള്ള വേർഡ് ഉപയോഗിക്കുന്നില്ല, ഫ്രണ്ടാണ്. അപ്പോൾ റഷ്യയ്ക്കും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ റഷ്യയും ചൈനയും തമ്മിലുള്ള ബന്ധം നെക്സസ് കൂടുതൽ ശക്തിയുണ്ട്, അതിന് ഡെപ്തും ഉണ്ട്. അതും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ റഷ്യയും ചൈനയുമായുള്ള ഒരു ബന്ധത്തെ നമുക്ക് ചൈനയ്ക്ക് മുകളിൽ സമ്മർദ്ദം ചെലുത്താനുള്ള എന്തെങ്കിലും ഒരു കരുത്തായി ഉപയോഗിക്കാനാകുമോ എന്നാണ് എൻ്റെ ചോദ്യം. ഒരു ലിമിറ്റ് വരെ നമുക്കത് സാധിക്കും. കാരണം റഷ്യ ഡസ് നോട്ട് വാണ്ട് എനി sort of discord between China and India. Russia wants to see both China and India working together. Even if they are not great friends, they should not go to war. പക്ഷേ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും റഷ്യ യൂറോപ്യൻ യൂണിയനെ സംബന്ധിച്ചിടത്തോളം ഒരു കരടായി നിൽക്കുന്നു. നാറ്റോ സഖ്യം അത് വളരെ സംശയത്തോടു കൂടി തന്നെയാണ് റഷ്യയെ നോക്കിക്കാണുന്നത്. അത് വരാനിരിക്കുന്നൊരു കാലത്ത് ഇന്ത്യ റഷ്യ ബന്ധം ഇത് ഏതു തരത്തിൽ ഈ നാറ്റോ രാജ്യങ്ങളുമായും അതുപോലെ യൂറോപ്യൻ യൂണിയനുമായൊക്കെയുള്ള ഇന്ത്യയുടെ ബന്ധത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കും എന്ന് സംശയിക്കേണ്ടതുണ്ടോ? കാര്യമായി ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്ന് മനസ്സിലാക്കാനുള്ളത്, നേറ്റോയ്ക്ക് തന്നെ റഷ്യയുമായിട്ടൊരു ഡയറക്റ്റ് കോൺഫ്രണ്ടേഷൻ്റെ ആഗ്രഹമില്ല. താങ്കൾ വായിച്ചു കാണും, റുമേനിയയിൽ 2 പ്രാവശ്യം റഷ്യൻ മിസൈൽസിൻ്റെ പാർട്സ് റുമേനിയയിൽ 2 പ്രാവശ്യം വീണു. എന്നിട്ട് റുമേനിയൻ പ്രസിഡന്റ് പറഞ്ഞു ഇത് വയലേഷൻ ഓഫ് റുമേനിയൻ സോവറിനിറ്റി ആൻഡ് ഓൾ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ബ്രസൽസിൽ നിന്ന് കാര്യമായിട്ടുള്ള റെസ്പോൺസൊന്നും ഉണ്ടായിട്ടില്ല. യെസ്, വളരെ നന്ദി. ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. പ്രൊഫസർ ആൻ്റണി, ഇതിൽ ഒരു കാര്യം വ്യക്തമാണ്, ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ നിലപാട് കുറെ കൂടി സ്വീകാര്യത നേടുന്നു എന്നത്. ബാലി ഡിക്ലറേഷനിൽ നിന്ന് നമ്മുടെ ന്യൂഡൽഹി ഡിക്ലറേഷനിലേക്ക് എത്തുമ്പോൾ ഇന്ത്യ എത്രമാത്രം കരുത്താർജിച്ചു, എത്രമാത്രം പ്രസക്തമായി ഇന്ത്യയുടെ നിലപാടുകൾ എന്നാണ് കരുതേണ്ടത്? ഇന്ത്യയുടെ നിലപാടുകൾക്ക് ലോകം കൊടുക്കാറുണ്ട്. അത് കൂടി അസെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ G20 സമ്മേളനത്തിൽ കുറിച്ചത്. അതിനുവേണ്ടി നമ്മൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് വ്യത്യസ്ത തലങ്ങളിൽ നമ്മൾ വളരെ ഒരു പ്ലെയറാണ്, വളരെ പവർഫുൾ പ്ലെയറാണ്. നമ്മൾ ഗ്ലോബൽ സൗത്തിന്റെ പ്രതിയാണ്. നമുക്ക് ഐക്യരാഷ്ട്ര സംഘടനയിലെ സെക്യൂരിറ്റി കൗൺസിലിൽ അർഹിക്കുന്നവരാണ്. അങ്ങനെയുള്ള വളരെ
വളരെ സുപ്രധാനങ്ങളായിട്ടുള്ള, അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ഏജൻസീസ് ഡെപ്യൂട്ടൈസ് ചെയ്യപ്പെടേണ്ടതാണ്. ഈ തരത്തിൽ ഈ ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്ന വിഭാഗങ്ങൾക്ക്, ഈ വികസ്വര അവികസിത രാജ്യങ്ങൾക്ക് വളരെയധികം നിർണായകമായ പങ്ക് നിർവഹിക്കാനുണ്ട്. അതുകൊണ്ട് കൂടിയിട്ടാണ് ആഫ്രിക്കൻ യൂണിയനെ പിന്നെ നമ്മുടെ ഈ G20 കൊണ്ടുവരാനുള്ള ഒരു ഇനിഷ്യേറ്റീവ് ഇന്ത്യയുടെ ഭാഗത്തുണ്ട്. ഇനിഷ്യേറ്റീവ് എന്ന് പറയുമ്പോൾ പറഞ്ഞതില്ല, കഴിഞ്ഞ 2021 2022 നടന്ന ബാലി സമ്മേളനത്തിൽ ചൈനീസ് പ്രസിഡന്റ് തന്നെ യൂണിയൻ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു, അമേരിക്കൻ പ്രസിഡന്റ് കൊണ്ടുവന്നു. നമ്മൾ ഈ വർഷം എടുത്തപ്പോൾ നമ്മളും പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഈ ലോകം ഇന്ന് അഭിമുഖീകരിക്കുന്ന നിരവധി ശ്രീ പ്രൊഫസർ ജോസഫ് ആൻ്റണി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. അവിടെ ഒരു ചെറിയ സൗണ്ട് ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പ്രജിലയിലേക്ക് ഒന്നുകൂടി പോവുകയാണ്. പ്രജില, ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് ഉള്ള ഇന്ത്യയുടെ ഈ പുതിയ ഇനീഷ്യേറ്റീവ് എത്രമാത്രം കേരളത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് നമ്മളൊക്കെ വലിയ കൗതുകത്തോടുകൂടി ആവേശത്തോടു കൂടിയാണ് ഗൾഫ് മേഖലയെ ഉറ്റുനോക്കുന്നത്, അത് കൂടുതൽ സ്ട്രെങ്തൻ, ഇന്ത്യ മിഡിൽ ഈസ്റ്റ് റിലേഷൻ കൂടുതൽ കരുത്താർജിക്കുമ്പോൾ നമ്മൾ കേരളീയർ എന്ന നിലയിൽ അതിനെ വലിയ ഗൗരവത്തോടു കൂടി കാണുന്നുണ്ട്. എത്രമാത്രം എക്കോണമിക് ആക്ടിവിറ്റിക്കാണ് ഇനി ഈ പാത, ഈ കോറിഡോർ ഇനി എത്രമാത്രം വലിയ എക്കോണമിക് ആക്ടിവിറ്റിക്കാണ് വേദിയാകാൻ പോകുന്നത്? മനു, ഈ ഇക്കണോമിക് കോറിഡോർ എന്ന് പറയുമ്പോൾ അത് ഗൾഫ് മേഖലയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള ട്രേഡിലും വലിയ രീതിയിലുള്ള സാധ്യതകളാണ് തുറന്നിടുന്നത്. പ്രത്യേകിച്ചും കേരളത്തെ സ്പെസിഫിക്കായി എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ളത് ഗൾഫ് റീജിയണിലാണ്. ഏകദേശം 8 മില്യൺ ആളുകൾ അവിടെ പ്രവാസികളായിട്ട് ഇന്ത്യക്കാരായിട്ടുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫോറിൻ റെമിറ്റൻസ് ഒക്കെ വരുന്നത് ഗൾഫിലാണ്. അപ്പോൾ ഒരു വലിയ മെഗാ കണക്ടിവിറ്റി പ്രോജക്റ്റാണ് അവിടെ വരുന്നത്. ഒരു $1 ബില്യൺ പ്രോജക്റ്റ് വരികയാണ്. അപ്പോൾ ഇതിൻ്റെ നിർമ്മാണ ഘട്ടത്തിലാണ് അത് കഴിഞ്ഞുള്ള ഒരു മെയിൻ്റനൻസ് നോക്കുകയാണെങ്കിലും ഒക്കെ ധാരാളം തൊഴിൽ സാധ്യതകൾ ഈ മേഖലയിൽ ഉണ്ടാകും. അതോടൊപ്പം തന്നെ നമ്മളുടെ ഒരു വിദഗ്ധ തൊഴിലാളികളുടെ ഒരു സേവനം ഇവിടെ കൂടുതലായിട്ട് ഉപയോഗിക്കപ്പെടേണ്ടി വരും. മറ്റൊന്ന്, നമ്മൾ ഈ ഒരു സാമ്പത്തിക ഇടനാഴി സാധാരണ ഒരു സാമ്പത്തിക ഇടനാഴിയുടെ മോഡലിലല്ല വിഭാവനം ചെയ്യുന്നത്. അനുബന്ധമായി നിരവധി വികസന പദ്ധതികൾ, അതുപോലെ തന്നെ ഹൈഡ്രജൻ പൈപ്പ് ലൈനുകൾ, കണക്ടിവിറ്റി, മറ്റേ ഡിജിറ്റൽ കണക്ടിവിറ്റി, ഊർജ്ജ മേഖലയിൽ, അതുപോലെ മറ്റ് അനുബന്ധ പദ്ധതികൾ കൂടിയുണ്ട്. അതുകൊണ്ട് ഇതിന് കുറെ കൂടി അധികം സാധ്യതകളുണ്ട്, തൊഴിലവസരങ്ങളുണ്ട്. മറ്റൊന്ന്, ബിസിനസ് സെക്ടറിൽ വരുന്ന സാധ്യതകളാണ്. അതായത് ഇമ്പോർട്ട് എക്സ്പോർട്ട് ഒക്കെ നടത്തുന്നവർക്ക് ഈ ഒരു പുതിയ ഷിപ്പിംഗ് ലൈൻ കണക്ടിവിറ്റി, ഈ ഒരു പ്രോജക്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് ഗൾഫ് മേഖലയിലേക്ക് ഷിപ്പിംഗ് ലൈൻ കണക്ടിവിറ്റിയും ഗൾഫ് മേഖലയെ പരസ്പരം ബന്ധിപ്പിക്കുന്ന റെയിൽ കണക്ടിവിറ്റിയും, അവിടെ നിന്ന് ഗൾഫ് മേഖലയിൽ നിന്ന് യൂറോപ്പിലേക്ക് വീണ്ടും ഒരു കണക്ടിവിറ്റി, ഇൻ്റഗ്രേറ്റഡ് കണക്ടിവിറ്റി മോഡലിലാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇത് പിന്നീട് സൗത്ത് ഈസ്റ്റിലേക്ക് കൂടി നീട്ടും. അങ്ങനെ സൗത്ത് ഈസ്റ്റ് മുതൽ വെസ്റ്റ് ഏഷ്യ വരെ നീളുന്ന 2 ഇക്കണോമിക് ഹോട്ട്സ്പോട്ടുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പദ്ധതി. ഈ പദ്ധതിയുടെ നിർമ്മാണ ഘട്ടം മുതൽ ഇത് നടപ്പാകുമ്പോൾ എല്ലാം നമ്മൾക്ക് തൊഴിൽ സാധ്യത, അതുപോലെ ബിസിനസ് സെക്ടറിൽ വരുന്നത്. ശ്രീ ഫാബിയാനിലേക്ക് ഒരിക്കൽ കൂടി പോകേണ്ടത്. ശ്രീ KP ഫാബിയാൻ, ഈ വിഷയം പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിന്, നമ്മുടെ കേരളം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് എപ്പോഴും മിഡിൽ ഈസ്റ്റിനെ നോക്കിക്കാണാറ്. അവിടുത്തെ തൊഴിൽ സാധ്യതകൾ, അവിടെ വരുന്ന എക്കോണമിക് ഓപ്പർച്യൂണിറ്റീസ്, ഇന്ത്യയിലെ ഒരുപാട് ബിസിനസ് താല്പര്യങ്ങൾ മിഡിൽ ഈസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് റിലേഷൻ സ്ട്രെങ്തൻ ചെയ്യുക എന്നത് കേരളത്തെ, മലയാളിയെ സംബന്ധിച്ചിടത്തോളമൊക്കെ വലിയൊരു പ്ലസ് പോയിൻ്റാണ്. അപ്പോൾ ഒരു കേരള പെർസ്പെക്റ്റീവിൽ ഈ G20 നമുക്ക് അങ്ങനെ നോക്കിക്കാണാൻ കഴിയുമോ? അങ്ങനെ നോക്കിക്കാണാൻ കഴിയും. കാരണം ഗൾഫിലുള്ള ജോലി അവസരം, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ആവശ്യമുള്ള റോഡ്സൊക്കെ അവർ ബിൽഡ് ചെയ്തു, കേറ്ററിങ്ങുകളൊക്കെ പണിതു, പിന്നെ ഖത്തറിലെ കപ്പിൻ്റെ ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഒരു എന്താ പറയുക, എക്സസ് ഓഫ് ലേബർ അവിടെ ഉണ്ട്. അത് കുറഞ്ഞു, അവരത് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നു. കുവൈറ്റിലും പല പാർലമെൻറ്റിൽ തന്നെ പല പ്രമേയങ്ങളുണ്ടായിരുന്നു. കുവൈറ്റുകാരുടെ പ്രൊപ്പോർഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് ഈ പദ്ധതി നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജോലി സാധ്യതയുണ്ട്, കൂടുതൽ ട്രേഡ് സാധ്യതയുണ്ട്. പിന്നെ കേരളത്തിൽ ഒരു ടെക്നിക്കലി ക്വാളിഫൈഡ് യങ്സ്റ്റേഴ്സ് ഉണ്ട്.
അപ്പം അവർക്കും കൂടുതൽ അവസരങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. വളരെ നന്ദി ശ്രീ കെ പി ഫാബിയൻ. താങ്കൾ 12:30-ക്ക് ഒരു പ്രത്യേക താങ്കൾക്ക് ചില പ്രത്യേക പരിപാടികളുണ്ട് എന്ന് എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു. ഏതായാലും ഇത്രയും സമയം ഞങ്ങൾക്ക് അനുവദിച്ചു തന്നതിന് വളരെ നന്ദി. ഈ ചർച്ചയുടെ ഭാഗമാക്കായതിനും താങ്ക് യു സോ മച്ച്. ഓൾവേസ് എ പ്ലഷർ. ഒപ്പം തന്നെ ഞാൻ ഇനി നമുക്കൊപ്പം പ്രൊഫസർ പി ജെ വിൻസെൻ്റ് കൂടി ചേരുന്നുണ്ട്. പ്രൊഫസർ വിൻസെൻ്റ്, ഈ G20 ഉച്ചകോടി സമാപന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു. ബയലാറ്ററലായി ഉഭയകക്ഷി ചർച്ചകൾ ഒരുപാട് നടന്നു. ഇന്ത്യ ഋഷി സുനക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തി. ഇമാനുവൽ മെക്രോണെ കാണാൻ പോകുന്നു. അങ്ങനെ ഒരു വലിയ ഗ്ലോബൽ കമ്മിറ്റ്മെൻറ്റ് അവിടെ ഉടലെടുക്കുകയാണ്. പ്രധാനമന്ത്രി ആദ്യം പറഞ്ഞത് നഷ്ടമായ അല്ലെങ്കിൽ ഒരു വിശ്വാസരാഹിത്യം നമുക്കിടയിൽ ഉണ്ടായിരുന്നു, അത് പൂർണ്ണമായും മാറ്റാനുള്ളൊരു ശ്രമമാണ് G20 എന്നാണ്. അങ്ങനെ എത്രമാത്രം വിജയിച്ചു വിശ്വാസരാഹിത്യത്തെ മാറ്റി നിർത്തുന്നതിന് G20 ഉച്ചകോടി? വിൻസെന്റ് സാർ മ്യൂട്ടാണ്. അൺമ്യൂട്ട് ചെയ്യണം. വിൻസെന്റ് സാർ അൺമ്യൂട്ട് ചെയ്യണം. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. G20 ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ വൻ വിജയമാണ് എന്ന് തന്നെ വേണം കരുതാൻ. കാരണം റഷ്യ യുദ്ധം, ഉക്രൈൻ എന്നുള്ളത് നാറ്റോ റഷ്യ യുദ്ധമായി ഏറെക്കുറെ മാറിയ ഒരു സമകാലീന സാഹചര്യമുണ്ട്. അപ്പൊ അതിന്റെ ഒരു നിഴൽ G20 കോൺഫറൻസിൽ വീഴാതെ റഷ്യൻ പ്രസിഡന്റ് പുടിനും ഷീ ജിൻപിങ്ങും പങ്കെടുക്കാതിരുന്നിട്ടും ശോഭ കെടാതെ G20 മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളത് ഇന്ത്യക്കും അതുപോലെ ലോകരാഷ്ട്രങ്ങൾക്കും ഇന്നത്തെ നിലയ്ക്ക് അഭിമാനാർഹമായ കാര്യമാണ്. ഒരു സംഘർഷാത്മകമായ സാഹചര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ടായിരുന്നത് പ്രഖ്യാപനത്തെ സംബന്ധിച്ചായിരുന്നു. പക്ഷേ അതിൽ ഉക്രൈൻ അതിന്റെ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും റഷ്യയുടെയും ചൈനയുടെയും എതിർപ്പുകളെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഇരു കൂട്ടർക്കും സ്വീകാര്യമായ ഒരു പ്രഖ്യാപനത്തിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളത് വിജയമാണ്. അതോടൊപ്പം ആഫ്രിക്കൻ യൂണിയനെ അംഗമാക്കാൻ സാധിച്ചത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായും നമ്മുടെ രാജ്യത്തിന് ഒരു നേട്ടമാണ്. നയതന്ത്രപരമായും തന്ത്രപരമായും ഇന്ത്യക്ക് ഒരു നേട്ടമാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ രണ്ടാം ശീതയുദ്ധവും രണ്ടാം ചേരിചേര രാജ്യങ്ങളുടെ കൂട്ടായ്മയും രൂപപ്പെട്ടപ്പോൾ ഈ ഗ്ലോബൽ സൗത്തിന് നേതൃത്വം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമാണ് ഇന്ത്യ. പക്ഷേ രണ്ടാം ശീതയുദ്ധം അമേരിക്കയും ചൈനയും തമ്മിലാണ് രൂപപ്പെട്ടു വന്നത്. പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളൊക്കെ ചൈനയും അമേരിക്കയും തമ്മിലുള്ള ഈ വ്യാപാര യുദ്ധത്തിലും തന്ത്രപരമായ യുദ്ധത്തിലും ഒരു പക്ഷേ ശീതയുദ്ധത്തിന്റെ എല്ലാ രൂപഭാവങ്ങളിലേക്കും വളർന്നുകൊണ്ടിരിക്കുന്ന ഈ സംഘർഷത്തിൽ ഞങ്ങൾ ചേരിചേര നയം സ്വീകരിക്കും എന്നുള്ളതായിരുന്നു. അപ്പോൾ ക്ലാസിക്കൽ ലോൺ അലയൻസ് മൂവ്മെന്റ് അതിന്റെ നേതൃത്വം വഹിച്ച രാജ്യമാണ് ഇന്ത്യ. അപ്പൊ പുതിയ ഘട്ടത്തിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ നിലനിൽക്കുന്ന അസ്വാരസ്യങ്ങളും സംഘർഷാത്മകമായ ബന്ധങ്ങളും ഈ ഒരു ചേരിചേര ഗ്ലോബൽ സൗത്തിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള പ്രതിസന്ധി അവിടെയുണ്ട്. അവിടെയാണ് ഒരുപക്ഷെ ഈ ഗ്ലോബൽ സൗത്തിന് പ്രധാനമായി നേതൃത്വം നൽകുന്ന ആഫ്രിക്കൻ രാജ്യങ്ങൾ, 55 രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ആഫ്രിക്കൻ യൂണിയൻ. അതിന് നേതൃത്വം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശക്തമായ രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക. അപ്പം ദക്ഷിണാഫ്രിക്കയുമായിട്ടും ഈ ആഫ്രിക്കൻ യൂണിയനുമായിട്ടും ഇന്ത്യയുടെ ബന്ധങ്ങളെ ഒരുപക്ഷെ ചൈനയ്ക്കുള്ളതുപോലെ തന്നെ ശക്തമായ ബന്ധങ്ങൾ, അത് സാമ്പത്തിക സുസ്ഥിരതയുടെ കാര്യത്തിലാണെങ്കിലും തന്ത്രപരമായ ബന്ധങ്ങളാണെങ്കിലും കാലാവസ്ഥാ വ്യതിയാനത്തെ സംബന്ധിച്ചുള്ള യോജിച്ച പോരാട്ടം, അതുപോലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ, സുസ്ഥിര വികസനം എന്നിത്യാദി കാര്യങ്ങളിലെല്ലാം ആഫ്രിക്കൻ രാജ്യങ്ങളുമായി കൂടുതൽ ഐക്യം വളർത്തിയെടുക്കാൻ ഇന്ത്യയുടെ ഇനീഷ്യേറ്റീവിൽ 21ാമത്തെ അംഗമായി ആഫ്രിക്കൻ യൂണിയൻ G20 ചേരുന്നതിലൂടെ നമുക്ക് സാധിക്കും. അത് ഒരുപക്ഷെ ഇന്ത്യയുടെ ഏറ്റവും വലിയ നേട്ടമായി നമുക്ക് കണക്കാക്കാവുന്നതാണ്. യെസ്, പ്രൊഫസർ പി ജെ വിൻസെൻ്റ്, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഒപ്പം പ്രൊഫസർ ആൻ്റണിയിലേക്കും മടങ്ങി വരേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ടാണ്. ഇടവേളയ്ക്ക് G20 സംബന്ധിച്ച പ്രത്യേക ചർച്ച തുടരുന്നു. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൊഫസർ ജോസഫ് ആൻ്റണിയിലേക്ക്. പ്രൊഫസർ ജോസഫ് ആൻ്റണി, ചൈനയെ വിശ്വസിക്കാമോ നമുക്ക്? സ്വാഭാവികമായും ചൈന ഇന്ത്യ യുദ്ധമുണ്ടായിരുന്നു, സങ്കീർണമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നീട് ആ ബന്ധം മെച്ചപ്പെട്ടു. സൈനികമായ കാര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട്
പറ്റാവുന്നിടത്തെല്ലാം സഹവർത്തിത്വം സാധ്യമാക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തി. പക്ഷേ അത് ഇപ്പോഴും ഒരു വിജയം കാണാത്ത തരത്തിൽ നിൽക്കുന്നു. ഈ അതിർത്തി പ്രശ്നവും അതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളും നയതന്ത്ര ബന്ധങ്ങളെ കാര്യമായി ബാധിക്കുന്നു. ചൈനയുടെ ഒരു രാഷ്ട്രീയ സ്വഭാവം, ഒപ്പം തന്നെ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നു എന്ന കാര്യത്തിൽ, പ്രത്യേകിച്ച് ഈ സ്പേസ് റിസർച്ച് പോലുള്ള മേഖലകളിൽ ഉൾപ്പെടെ അവിടെ ഒരു പിന്തുണ ലഭിക്കുന്നു എന്നത് എങ്ങനെ വിശ്വസിക്കാനാകും ചൈനയെ? നമ്മൾ അവരുമായി ഇനി ഒരു ടൈപ്പ് ഉണ്ടാക്കാൻ ഉള്ള സാധ്യത എത്ര സങ്കീർണമാണ്? വളരെ സങ്കീർണമായ ഒരു ചോദ്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് ഇന്ത്യയുടെ അയൽരാജ്യമാണ് ചൈന. നമുക്ക് അയൽരാജ്യങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. അപ്പോൾ ചൈനയെ പോലെയുള്ള ഒരു അയൽരാജ്യം നമ്മുടെ അയൽവക്കത്ത് ഉള്ളപ്പോൾ സ്വാഭാവികമായും നമുക്ക് നിരന്തരമായ ശത്രുതയും യുദ്ധത്തിലും പോകാൻ സാധ്യമല്ല. എന്ന് മാത്രമല്ല, ഇന്ത്യയും ചൈനയും പല കാര്യങ്ങളിലും സഹകരിച്ച് ഇപ്പോഴും പ്രവർത്തിക്കുന്നു. നമുക്കറിയാം, ഇന്ത്യയുടെ രണ്ടാമത്തെ വ്യാപാര പങ്കാളിയാണ് ചൈന. ഏതാണ്ട് $120 ബില്യൺ, അതായത് അമേരിക്കയും ഇന്ത്യയൊക്കെ ചൈനയൊക്കെ അടുത്തടുത്ത് $120 ബില്യൺ വ്യാപാരമാണ് ചൈനയും ഇന്ത്യയും തമ്മിൽ നടക്കുന്നത്. നമുക്ക് നമുക്ക് എങ്ങനെ ഈ രാജ്യത്ത് വിശ്വസിക്കാൻ കഴിയും എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ഇതിനുള്ള ഉത്തരം ഇതിനകത്തുണ്ട് വാസ്തവത്തിൽ. കാരണം നമ്മുടെ രാജ്യത്തിന് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ, ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, ഫർണിച്ചറുകൾ, അതിനേക്കാൾ പ്രധാനമായിട്ട് API എന്ന് പറയുന്ന ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ്, അതായത് ഇന്ത്യ അറിയപ്പെടുന്നത് ലോകത്തിന്റെ ഫാർമസിയാണ്. ലോകത്തിന് ആവശ്യമായ മരുന്നുകൾ വില കുറഞ്ഞ തരത്തിൽ നിർമ്മിച്ച് ലോകത്തിന് നൽകുന്ന രാജ്യം ഇന്ത്യയാണ്. എന്നാൽ ഇതിന് നമ്മൾ സാധ്യമാക്കുന്നത് ഈ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് എന്ന ഘടകമാണ്. അത് ഏതാണ്ട് 90% ചൈനയിൽ നിന്നാണ് നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്കലും ആയിട്ടുള്ള ഫർണിച്ചറുകൾ വരെ, പാവകൾ വരെ, കളിപ്പാട്ടങ്ങൾ വരെ, ഇങ്ങനെയുള്ള മുഴുവൻ സാധനങ്ങൾ നമ്മൾ അവിടെ നിന്ന് ഇറക്കുമതി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് ഒറ്റയടിക്ക് നിർത്താൻ പറ്റില്ല. നമുക്ക് ഈ അമേരിക്ക പറയുന്നത് ഡീറിസ്കിങ് ഒന്നും പെട്ടെന്ന് നടക്കൂല. അപ്പൊ അങ്ങനെയുള്ള ഒരു പാരസ്പര്യം നിലനിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യയും ചൈനയും. അതുകൊണ്ട് ചൈനയുമായിട്ട് ശത്രുതയോ യുദ്ധമോ സാധ്യമല്ല. എന്നാൽ സംഘർഷങ്ങളുണ്ട്. എപ്പോഴാണ് ഈ സംഘർഷങ്ങൾ തുടങ്ങിയത്? നമുക്കറിയാം, 1999, അതായത് റഷ്യയുടെ പതനത്തിന് ശേഷം നമ്മൾ ഇന്ത്യ ചൈന ബന്ധങ്ങൾ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം, ഇന്ത്യയും ചൈനയും തമ്മിൽ വളരെ അടുത്ത സൗഹൃദത്തിലേക്ക് വന്നിരുന്ന ഒരു കാലഘട്ടമാണ്. അതായത് റഷ്യ, ഇന്ത്യ, ചൈന എന്ന് പറയുന്ന ഒരു അച്ചുതണ്ട് ഉണ്ടാവുന്ന ഒരു സംഘടന ഉണ്ടായി മാറുന്നു. അതിനുശേഷം പിന്നാലെ വരുന്ന നമുക്കറിയാം, നമ്മൾ ഒപ്പിട്ട 1990, നമ്മൾ എപ്പോഴും പറയുന്ന ഈ അതിർത്തിയിൽ ശാന്തതയും സമാധാനവും നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കരാർ ഒപ്പിട്ടത് 1993 നമ്മുടെ മലയാളി കൂടിയായിട്ടുള്ള ഫോറിൻ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കർ മേനോൻ ആയിരുന്നു അതിന്റെ സൃഷ്ടാവ്. അപ്പൊ അങ്ങനെ 1993 നമ്മൾ കരാർ ഉണ്ടാക്കുന്നു, 2003 കരാർ ഉണ്ടാക്കുന്നു, 95-ലും 96-ലും കരാർ ഉണ്ടാക്കുന്നു. 2013 വരെ നമ്മൾ അങ്ങനെയുള്ള വളരെ നമ്മുടെ അതിർത്തിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കരാറുകളും ചർച്ചകളും നടത്തി മെച്ചപ്പെട്ട തരത്തിൽ നമ്മുടെ വ്യാപാരം മെച്ചപ്പെട്ടു പോകുന്നു. ഈ തരത്തിലാണ് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ വന്നുകൊണ്ടിരുന്ന ബന്ധം എപ്പോൾ വഷളായി എന്ന് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആഗോളതലത്തിലുണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങളിൽ അമേരിക്ക ശക്തമായി വരികയും ചൈന മറ്റൊരു ഭാഗത്ത് ശക്തമായി വരികയും ചെയ്തപ്പോൾ അമേരിക്ക മനസ്സിലാക്കി ചൈനയാണ് ഇനി അമേരിക്കക്കെതിരായ വെല്ലുവിളിയായി വരാൻ പോകുന്നത്. അങ്ങനെ ചൈന ഒരു വെല്ലുവിളിയായി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയുടെ ഇപ്പോഴത്തെ സാമ്പത്തിക, നമുക്കറിയാം 1997 നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ഈ G20 ഉണ്ടായത് തന്നെ 1997 ഏഷ്യൻ ടൈഗേഴ്സ് എന്ന് പറയുന്ന തായ്ലൻഡ്, സൗത്ത് കൊറിയ മുതലായ രാജ്യങ്ങളുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഫലമായിട്ടാണ് 1999 G20 ഉണ്ടാകുന്നത് തന്നെ. എന്നാൽ ആ G20 1999 ഉണ്ടായതിനു ശേഷം 2008 ഉണ്ടായ സാമ്പത്തിക മാന്ദ്യമാണ് ഇപ്പോഴത്തെ G20 ഉന്നതതല സമ്മേളനമാക്കി മാറ്റിയത്. ഈ 1999-നും 2008-നും ഇടയ്ക്ക് ഉണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയും രാഷ്ട്രീയ മാറ്റങ്ങളും ആണ് ഇന്നത്തെ രാഷ്ട്രീയത്തെ നിർണ്ണയിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 2008 1997 ദുർബലമാകാൻ തുടങ്ങിയ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ 2008 സാമ്പത്തിക മാന്ദ്യത്തോട് വളരെ വളരെ ദുർബലമായി. അങ്ങനെ ദുർബലമാകുന്നതിന് മറ്റൊരു കാരണം 2001 അഫ്ഗാനിസ്ഥാനിലും 2003 ഇറാഖിലും അമേരിക്ക നടത്തിയ യുദ്ധങ്ങൾ കൂടിയിട്ടാണെന്ന് സാമ്പത്തിക നോബൽ സമ്മാനം കിട്ടിയ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ജോസഫ് സ്റ്റീഗ്ലിസിനെ പോലെയുള്ള ആൾക്കാർ പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്.
അപ്പൊ അങ്ങനെ ദുർബലമാകുന്ന സമ്പദ് വ്യവസ്ഥ അമേരിക്കയുടേതും ശക്തമാകുന്ന സാമ്പത്തിക രാഷ്ട്രീയ വ്യവസ്ഥ ചൈനയുടേതുമായി വന്നപ്പോൾ അമേരിക്ക ഒരു കാര്യം മനസ്സിലാക്കി, അമേരിക്കയ്ക്ക് ഒറ്റയ്ക്ക് ചൈനയെ നേരിടാൻ പറ്റില്ല. അമേരിക്കയ്ക്ക് ഒറ്റയ്ക്ക് ചൈനയെ നേരിടാൻ പറ്റില്ല എങ്കിലും അമേരിക്കയ്ക്ക് ആഗോള മേധാവിത്വം നിലനിർത്തേണ്ട ആഗ്രഹമുണ്ട്. അങ്ങനെ വന്നതിന്റെ ഫലമായിട്ടാണ് 2011 അമേരിക്ക പ്രഖ്യാപിച്ച ഏഷ്യൻ അച്ചുതണ്ട് പദ്ധതി. ഏഷ്യൻ അച്ചുതണ്ട് പദ്ധതി എന്ന് പറയുന്നത് ചൈനയുടെ ചുറ്റുമുള്ള അമേരിക്കയുടെ സൗഹൃദ രാജ്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് തടയുക. കാരണം അമേരിക്കയ്ക്ക് ഒറ്റയ്ക്ക് സാധ്യമല്ല. അപ്പൊ അങ്ങനെ ഉള്ള ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ് അവര് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ശക്തമായ സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പ് ശക്തിപ്പെടുത്താൻ തുടങ്ങിയത്. അപ്പൊ അതിന് ഗുണകരമായത് അവർക്കും നമുക്കും ഇടയിലുള്ള ഈ ചരിത്രപരമായ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ 1962 യുദ്ധം, അതിനുശേഷം അവരുടെ ഇടയ്ക്കിടയ്ക്കുള്ള കയ്യേറ്റം ഡെപ്സാങ്ങിലും ഡംചോക്കിലും ലഡാക്കിലും ഗാൽവനിലും, പിന്നെ അതുപോലെ തന്നെ അരുണാചൽ പ്രദേശിലെ മൊത്തത്തിലുള്ള അവരുടെ കയ്യേറ്റം, ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങളിൽ അവർ പുറപ്പെടുവിച്ച മാപ്പുകളിലൂടെ അരുണാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ അവരുടേതാണെന്നുള്ള അവകാശവാദം, ഇങ്ങനെ നമ്മൾ തമ്മിൽ പ്രശ്നങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അവിശ്വാസത്തിന്റെ അന്തരീക്ഷത്തിൽ, ശത്രുത അന്തരീക്ഷത്തിൽ ഇന്ത്യയെ അമേരിക്ക കൂടെ നിർത്താൻ കഴിയുന്ന രാജ്യമാണ് തിരിച്ചറിവും നമുക്കും അമേരിക്കയെ വിലമതിർത്തി. കാരണം നമ്മുടെ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഒരു 3 ട്രില്യൺ ഇക്കോണമി ആണെങ്കിൽ ചൈനയുടേത് 18 ട്രില്യൺ എക്കോണമിയാണ്. നമ്മുടെക്കാൾ 5 ഇരട്ടി സാമ്പത്തിക ശക്തിയുള്ള രാജ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെലവഴിക്കാൻ കഴിയുന്ന, ആളുകൾക്ക് വേണ്ടി ചെലവഴിക്കാൻ കഴിയുന്ന തുകയുടെ 2, 3, 4 ഇരട്ടി തുക ചൈന ഇപ്പോൾ തന്നെ അവരുടെ ആയുധങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ചൈന എന്ന് പറയുന്ന രാജ്യവും നമ്മൾ സൗഹൃദം അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് റിലേഷൻഷിപ്പ് നിലനിർത്തുമ്പോൾ തന്നെ നമുക്ക് അവരുടെ ഭാഗത്ത് നിന്ന് ശത്രുതയോ ചിലപ്പോൾ ആക്രമണം തന്നെയോ, ഗാൽവനിൽ ഉണ്ടായതുപോലെയുള്ള ആക്രമണങ്ങൾ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അവയെ നമുക്കും ഒറ്റയ്ക്ക് നേരിടാൻ സാധ്യമല്ല. അതുകൊണ്ട് ചൈനയെ പോലെയുള്ള രാജ്യങ്ങളുടെ സഹായത്തോട് കൂടിയിട്ടാണ്, അതുകൊണ്ടാണ് 4 ഫൗണ്ടേഷൻ എഗ്രിമെന്റുകളിൽ നമ്മൾ അമേരിക്കയായിട്ട് ഒപ്പിട്ട് കഴിഞ്ഞു. വളരെ നിർണായകമായിട്ടുള്ള എഗ്രിമെന്റ് ആണ്. ഇപ്പൊ നടന്ന ചർച്ചകളിൽ പോലും ഇന്ത്യയുടെ പോർട്ടുകൾ അമേരിക്കയുടെ കപ്പലുകൾക്ക് മെയിൻ്റനൻസിനും റീഫ്യൂലിങ്ങിനും ഒക്കെ തുറന്നു കൊടുക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അതിനെതിരെ ഇപ്പോൾ തന്നെ വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ അമേരിക്കയുടെ ഒരു ഒരു അലൈ പോലെ, ഒരു സഖ്യകക്ഷിയെ പോലെ ആകുന്നുണ്ടോ എന്നൊക്കെയുള്ള ഇത് വരുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ചൈന എന്ന് പറയുന്ന രാജ്യവുമായി യുദ്ധത്തിന് പോകാൻ കഴിയത്തില്ല. കാരണം ഈ 2 രാജ്യങ്ങൾ നമുക്കറിയാം, ചൈനയിലും പട്ടിണിക്കാരുണ്ട്, ഇന്ത്യയിലും പട്ടിണിക്കാരുണ്ട്. ഫേബിയൻ സാർ ചൂണ്ടിക്കാണിച്ച പോലെ നമ്മൾ 5ാമത്തെ സാമ്പത്തിക ശക്തിയാണെന്ന് മേനി പറയുമ്പോൾ തന്നെ നമ്മുടെ ഈ പെർ ക്യാപിറ്റ ഇൻകം അങ്ങ് പാതാളത്തിന്റെ അടുത്ത് പോയി കിടക്കുകയാണ്. സമ്പന്നതയുണ്ട്, രാജ്യത്ത് സമ്പത്തുണ്ട്, പക്ഷെ സാധാരണക്കാരൻ അല്ലെങ്കിൽ ജനങ്ങളുടെ കയ്യിലുള്ള സമ്പത്ത് വളരെ കുറവാണ്. അൺഎംപ്ലോയ്മെന്റ് കുറവാണ്, ഇൻകം ഇനിക്വാലിറ്റി കുറവാണ്, ലിംഗനീതിയുടെ കാര്യത്തിൽ നമ്മൾ പുറകിലാണ്. അങ്ങനെ നമ്മൾ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കി, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിന്റെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ വളരെ പരിതാപകരമായ ചിത്രമാണ് ഒരു തലത്തിൽ നമ്മൾ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ 2 രാജ്യങ്ങളും, ചൈനയ്ക്ക് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, ഇന്ത്യക്ക് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, ദക്ഷിണേഷ്യയിൽ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. ഇവയ്ക്കെല്ലാം പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് ഇവർ തമ്മിൽ യോജിക്കാവുന്ന മേഖലകളിൽ യോജിച്ചു പോവുക എന്നുള്ളതാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ വേണ്ടത്. അത് നമുക്കറിയാം. അതിന് ഒരു പ്രധാനപ്പെട്ട, ഇപ്പൊ എന്തുകൊണ്ടാണ് ഇത്രമാത്രം ശക്തമായി ഇന്ത്യ ചൈന ബന്ധങ്ങൾ വഷളാകുന്നതിന്റെ കാരണം, ഒന്ന് ഞാനിപ്പോ സൂചിപ്പിച്ച അമേരിക്കയുമായി ഇന്ത്യ ഉണ്ടാക്കിയിരിക്കുന്ന വളരെ തന്ത്രപരമായ ബന്ധം ഒന്ന്. രണ്ടാമത്തത്, നമ്മൾ ഈ അടുത്ത കാലത്ത്, അതായത് പ്രത്യേകിച്ച് ശ്രീമാൻ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയായതിനു ശേഷം നമ്മുടെ അതിർത്തി, പ്രത്യേകിച്ച് ഇന്ത്യ ചൈന അതിർത്തി, മാക്മഹൻ ലൈൻ എന്ന് പറയുന്ന മേഖലയിലും കാശ്മീരിന്റെ അക്സൈച്ചിന് അല്ലെങ്കിൽ യുപിയുടെ നമ്മുടെ മിഡിൽ സെക്ടർ എന്ന് പറയുന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മൾ വളരെ ശക്തമായി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് തുടങ്ങി. നമ്മൾ പാലങ്ങൾ പണിയാൻ തുടങ്ങി, റോഡുകൾ, ബോർഡർ റോഡ്സ് പണിയാൻ തുടങ്ങി, എയർലിഫ്റ്റിങ്ങിനുള്ള വിമാനത്താവളങ്ങൾ പണിയാൻ തുടങ്ങി. ഈ തരത്തിൽ നമ്മൾ ഈ ഡാർബുക് ഷോക്ക് എന്ന് പറയുന്ന ഒരു റോഡുണ്ട്. ആ റോഡെന്ന് പറയുന്നത് ദൗലത് ബഗ് ഓൾഡി എന്ന് പറയുന്ന കാശ്മീരിൽ ചെന്ന് നിൽക്കുന്ന ആ റോഡ് ഈ നമ്മുടെ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിന് വളരെ തൊട്ടടുത്തൂടെ സമാന്തരമായിട്ടാണ് പോകുന്നത്. അപ്പൊ അങ്ങനെ അത്രത്തോളം അടുത്തൂടെ നമ്മൾ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ശക്തിപ്പെടുത്തുന്നത് ചൈന ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ചൈന ഇഷ്ടപ്പെടാത്തതിന്റെ ഭാഗമായിട്ടാണ് ചൈന ഒക്കേഷണലി അവിടെ ഇവിടെയും കടന്നു കയറാൻ, ഇപ്പൊ നമ്മുടെ പാങ്കോങ്ങിലും ഗാൽവനിലും ഒക്കെ കടന്നു കയറാൻ ശ്രമിക്കുന്നു, തവാങ്ങിൽ കടന്നു കയറാൻ ശ്രമിക്കുന്നു. ഈ തരത്തിൽ നമ്മുടെ അതിർത്തികളിൽ, അതായത് കാശ്മീർ അക്സൈച്ചിൻ മുതൽ അരുണാചൽ പ്രദേശ് വരെയുള്ള പ്രദേശങ്ങളിൽ അവർ കടന്നു കയറാൻ ശ്രമിക്കുന്നു. അരുണാചൽ പ്രദേശിലുള്ള പ്രദേശങ്ങളുടെ പേരുകൾ ചൈനീസ് പേരുകളാക്കി മാറ്റുന്നു. അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത് 90,000 ചതുരശ്ര
കിലോമീറ്റർ വരുന്ന പ്രദേശം മുഴുവൻ അവരുടേതാണെന്ന് പറയുന്നു. ഈ തരത്തിലുള്ള കാര്യങ്ങളിൽ അവര് സംഘർഷങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് വിദേശകാര്യ വിദഗ്ധർ പറയുന്നത്, ഒന്ന്, അമേരിക്കയുമായിട്ട് ഇന്ത്യ ഉണ്ടാക്കിയിരിക്കുന്ന ശക്തമായ തന്ത്രപരമായ ബന്ധം, രണ്ട്, ഇന്ത്യ നമ്മുടെ ആ ഇന്ത്യ ചൈന അതിർത്തികളിൽ നിർമ്മിക്കുന്ന റോഡുകളുടെ കാര്യത്തിൽ അവർക്കുള്ള ഭയം, ഇതൊക്കെ ചേർന്നിട്ടാണ് ഈ പ്രധാന പ്രശ്നങ്ങളായി വരുന്നത്. ഏതായാലും ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. നമുക്ക് ഒന്നുകൂടി പ്രൊഫസർ PJ വിൻസെന്റിലേക്ക് താങ്കൾ സൂചിപ്പിച്ച കാര്യങ്ങൾ ഒന്നുകൂടി അദ്ദേഹത്തിൻ്റെ കൂടി അഭിപ്രായം ആരായേണ്ടതുണ്ട്. പ്രൊഫസർ PJ വിൻസെന്റ്, ചൈന ഭയക്കുന്നുണ്ടോ ഇന്ത്യ അമേരിക്ക സഖ്യം ശക്തിപ്പെടുന്നു എന്ന കാര്യത്തിൽ? ചൈന ഭയക്കുന്നുണ്ടോ ഇന്ത്യ സൈനികമായി അതിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നു എന്നതിൽ? ഒപ്പം തന്നെ ഇന്ത്യ ഇത്രയും വലിയൊരു ട്രേഡ് പാർട്ട്ണറാണ് ചൈനയുടേത്. അത് ചൈനയ്ക്ക് ഏതെങ്കിലും ഒരു തലത്തിൽ സമ്മർദ്ദമാകുന്നുണ്ടോ ഇന്ത്യയുമായുള്ള ബന്ധം കുറെ കൂടി മെച്ചപ്പെടുത്തണമെന്നതിൽ? ഭയക്കുകയാണോ, ബന്ധം മെച്ചപ്പെടുത്താനുള്ള അവസരം കാത്തിരിക്കുകയാണോ ചൈന? എങ്ങനെ നമ്മൾ കണക്കാക്കണം ഈ സാഹചര്യത്തിൽ? ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം അവരുടെ എക്സ്റ്റേണൽ ഇൻട്രസ്റ്റിനെ മുൻനിർത്തിയിട്ടുള്ളതാണല്ലോ. ചൈനയുടെ ദേശ താല്പര്യങ്ങൾ, അവരുടെ നാഷണൽ ഇൻട്രസ്റ്റിനെ ആധാരമാക്കിയിട്ടായിരിക്കും ആ രാജ്യം ഇന്ത്യയുമായിട്ടും മറ്റ് ലോകരാഷ്ട്രങ്ങളുമായിട്ടൊക്കെ ബന്ധം ഉണ്ടാക്കുക. ഇപ്പം നേരത്തെ ജോസഫ് അനിൽ സാർ സൂചിപ്പിച്ചതുപോലെ ഈ 2008 വലിയ സാമ്പത്തിക മാന്ദ്യം അതിപ്പോഴും തുടരുന്ന ഒരു മാന്ദ്യമാണ്. അതും അതിനു മുന്നേ 1991 സോവിയറ്റ് യൂണിയൻ തകർച്ചയ്ക്ക് ശേഷം രൂപപ്പെട്ട ഏറ്റവും ശക്തമായ തേജസ്സുറ്റ ഒരു ഐക്യപ്പെടലായിരുന്നു റഷ്യ, ഇന്ത്യ, ചൈന റിക് കൂട്ടായ്മ. ആ റിക് കൂട്ടായ്മയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. അതിൽ പ്രധാനപ്പെട്ട കാരണം യഥാർത്ഥത്തിൽ ചൈനയുടെ നിലപാട് തന്നെയാണ്. വിശ്വസിക്കാൻ പറ്റാത്ത ഒരു രാജ്യമാണ് ചൈന എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഒരു ചരിത്രപരമായ അനുഭവം കൂടിയാണ്. 1950കളിൽ ഇന്ത്യ ചൈന ഭായ് ഭായ് എന്നത് ഒരു വികാരമായിരുന്നു. ചൈനയെ അന്താരാഷ്ട്ര വേദികളിലെല്ലാം ഏറ്റവും ശക്തമായി പിന്തുണച്ച രാജ്യം ഇന്ത്യയായിരുന്നു. 1954 പഞ്ചശീല തത്വങ്ങളൊക്കെ രൂപപ്പെടുത്തിയത് നമ്മളാണ്. എന്നാൽ 1959 ടിബറ്റ് ചൈന കീഴടക്കിയത് അത് ഞാൻ താങ്കളിലേക്ക് തുടരാം കേൾക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് 1962 ഇന്ത്യ ആക്രമിക്കപ്പെടുന്നത്. ആ ഇന്ത്യ ആക്രമണത്തിന്റെ വൈകാരികമായ പ്രൊഫസർ PJ വിൻസെന്റിന് ചില സാങ്കേതിക തടസ്സങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. ഒരു ഘട്ടം ഞാൻ പ്രജിലയിലേക്ക് കൂടി മടങ്ങി വരികയാണ്. പ്രജില, ഇന്ത്യ ചൈന ബായ് ബായ് ഒരു വലിയ വികാരമായിരുന്നു. പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ ചൈന സന്ദർശനം, അതിനുശേഷം മടങ്ങിയെത്തിയ നെഹ്റു പിന്നെ കാണുന്നത് യുദ്ധത്തിലേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യമാണ്. അത് നെഹ്റുവിനെ തന്നെ പോലും മാനസികമായി തളർത്തിയെന്ന് പിന്നീട് നമ്മൾക്ക് മനസ്സിലാവുകയും ചെയ്തു. അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ ഇമ്മീഡിയറ്റ് നൈബേഴ്സിന് മുകളിൽ, പാകിസ്ഥാന് മുകളിൽ, ചൈനയ്ക്ക് മുകളിലൊക്കെ ഇന്ത്യ കൂടുതൽ കരുത്താർജിക്കുന്നു എന്ന് അവരെ ബോധ്യപ്പെടുത്താനും ഇന്ത്യയുമായി കൂടുതൽ അടുത്ത് നിൽക്കേണ്ട ആവശ്യകത അവരെ അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കിക്കാനുമൊക്കെ ഈ G20 എത്രമാത്രം നിർണായകമായ ഒരു പങ്കുണ്ടെന്നാണ് പ്രജില മനസ്സിലാക്കുന്നത്? മനു, ചൈന നമ്മളുടെ അയൽ രാജ്യം എന്ന നിലയിൽ നമുക്ക് ചൈനയുമായി ഒരു കോർഡിയൽ റിലേഷൻ തന്നെയാണ് വേണ്ടത്. പക്ഷേ അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം നമുക്കറിയാം, അക്സായ് ചിൻ മുതൽ അരുണാചൽ പ്രദേശ് വരെയുള്ള മേഖലയിൽ, നമ്മളുടെ ബോർഡർ മേഖലയിൽ ചൈന ഉണ്ടാക്കുന്ന ത്രെട്ട്, അതുപോലെ തന്നെ മാരിടൈം മേഖലയിൽ, അതായത് ഇന്ത്യൻ ഓഷ്യൻ റീജിയണിൽ സ്ട്രിങ് ഓഫ് പേൾസ് എന്ന രീതിയിൽ ചൈന ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം നമ്മുടെ ഒരു ഫോറിൻ പോളിസിയിൽ ചൈന ഫാക്ടർ എന്ന് ഒരു വലിയ ഘടകം തന്നെയാണ്. നമുക്ക് ചൈനയോട് കൂടുതൽ അടുക്കാനും അതിൻ്റെ ഒരു ബിസിനസ് സാധ്യതകൾ ഉപയോഗിക്കാനും അയൽ രാജ്യങ്ങളുമായി കോർഡിയലായ റിലേഷൻ നിലനിർത്താനും ഒക്കെ ആഗ്രഹമുണ്ടെങ്കിൽ പോലും ചൈനയുടെ ഒരു അഗ്രസീവ് പോളിസിയാണ് അതിന് തടസ്സം നിൽക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇക്കണോമിക്കലായി ചൈന കൂടുതൽ മേഖലകളിലേക്ക്, അതായത് ആഫ്രിക്കൻ യൂണിയനിലേക്കും വെസ്റ്റ് ഏഷ്യയിലേക്കും ഒക്കെ ചൈന കടന്നു വരുന്നു. ഇന്ത്യൻ ഓഷ്യൻ മേഖലയിലും ഇന്തോ പസഫിക് മേഖലയിലും ഒക്കെ ഉണ്ടാക്കുന്ന ത്രെട്ട്, ഇതെല്ലാം പരിഗണിച്ച് മാത്രമേ നമുക്ക് ചൈനയുമായുള്ള ബന്ധത്തിൽ ഒരു നിലപാടെടുക്കാൻ കഴിയൂ. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, മടങ്ങി വരാം, ഒരു സെക്കൻഡ്, ഞാൻ പ്രതിലേക്ക് മടങ്ങി വരാം. പ്രൊഫസർ ജോസഫ് ആൻ്റണി, മറ്റൊരു രാജ്യം പാകിസ്ഥാനാണ്.
പ്രൊഫസർ ജോസഫ് ആൻ്റണി സൂചിപ്പിച്ചത് വളരെ ശരിയാണ്. നമുക്ക് സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കാം, പക്ഷേ അയൽക്കാരെ, പ്രത്യേകിച്ച് അതിർത്തി രാജ്യങ്ങളെ നമുക്ക് തിരഞ്ഞെടുക്കാൻ ആകില്ല. അത് നമുക്കുള്ള ആളുകളെ അംഗീകരിക്കലേ കഴിയൂ. പാകിസ്ഥാനുമായുള്ള ഒരു റിലേഷൻ നമുക്ക് ഇനി എങ്ങനെ ഇപ്പോൾ ഇന്ത്യ അമേരിക്ക സഖ്യം ശക്തിപ്പെടുന്നൊരു സാഹചര്യത്തിൽ, ഇന്ത്യ റഷ്യ സഖ്യം ശക്തിപ്പെടുന്നൊരു സാഹചര്യത്തിൽ, യൂറോപ്യൻ യൂണിയനും ആഫ്രിക്കൻ യൂണിയനുമായുള്ള നമ്മുടെ അടുപ്പം വർദ്ധിക്കുന്നൊരു സാഹചര്യത്തിൽ പാകിസ്ഥാന് പ്രത്യേകിച്ച് നമ്മുടെ ഒരു വലിയ കൺസേൺ തീവ്രവാദമാണ്, അതിൽ നിന്ന് പിന്മാറാനുള്ള ഒരു താക്കീത് നൽകാൻ എത്ര ഗൗരവത്തോടു കൂടി നമുക്കിനിയും കഴിയും? നമ്മൾ ഈ സമ്മേളനം തന്നെ എടുത്ത് G20 സമ്മേളനം തന്നെ എടുത്ത് പശ്ചാത്തലത്തിൽ നമുക്ക് ആ വിഷയം സംസാരിക്കാം. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ടെററിസം ലോകം ഗൗരവമായി ചർച്ച ചെയ്യുന്നൊരു വിഷയമല്ല. അമേരിക്കയൊക്കെ ഈ ടെററിസം എന്നുള്ള വിഷയം എന്നേ കളഞ്ഞു. ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അവർ ഓടിയതോട് കൂടിയിട്ട് ടെററിസം ഇപ്പോൾ അവരുടെ വിഷയമല്ല. അവരുടെ വിഷയം, അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ചൈനയാണ്. അതുകൊണ്ട് തന്നെ ചൈന എന്ന് പറയുന്ന രാജ്യത്തെ നേരിടാൻ ഇനി പാകിസ്ഥാനെ അമേരിക്കയ്ക്ക് ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് അവര് ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളെ, കൂടുതൽ ശക്തമായ രാജ്യങ്ങളെ അവരുടെ സുഹൃത്താക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾ അമേരിക്ക പാകിസ്ഥാൻ ബന്ധം ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ 2000 വരെ, അതായത് അഫ്ഗാനിസ്ഥാനിൽ അവർ നിലയുറപ്പിച്ച് നിൽക്കുന്നവരെ പാകിസ്ഥാൻ ഉപയോഗിച്ച് നമുക്ക് ശല്യം ഉണ്ടായിക്കൊണ്ടിരുന്നത് അമേരിക്കയാണ് പാകിസ്ഥാന് എല്ലാവിധ ആയുധങ്ങളും സമ്പത്തും നൽകി നമ്മൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുന്നതെല്ലാം ഈ 1971 വരെയുള്ള യുദ്ധങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് അമേരിക്കയാണ്. എന്നാൽ ഇന്ന് ഈ പാകിസ്ഥാനെ ഇന്ത്യക്കെതിരായിട്ട് ഉപയോഗിക്കുന്നത് ചൈനയാണ്. അതൊരു കാവ്യനീതി പോലെ നമുക്ക് പറയാം. അപ്പോ എങ്ങനെയാണ് ഇന്നിപ്പോ അമേരിക്കയ്ക്ക് പാകിസ്ഥാനെ വേണ്ട, എന്നാൽ ചൈനയ്ക്ക് പാകിസ്ഥാനെ പല കാരണങ്ങളാൽ വേണം. ഏറ്റവും പ്രധാനം, ഇന്ത്യക്കെതിരായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ നേരിട്ട് ചൈന ഇടപെടേണ്ട കാര്യമില്ല. ചൈനയ്ക്ക് ഈ സാമ്പത്തിക സഹായവും മറ്റുമൊക്കെ കൊടുത്ത് നിലനിർത്തിയാൽ ഇന്ത്യക്ക് ഉപദ്രവം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ്. അതിനേക്കാൾ ഉപരിയായി അഫ്ഗാനിസ്ഥാനിൽ നിന്നും അമേരിക്ക പിന്മാറിയതോട് കൂടിയിട്ട് അഫ്ഗാനിസ്ഥാനിൽ വന്നിരിക്കുന്ന താലിബാൻ ഭരണത്തെ ഒരു പരിധിവരെയൊക്കെ നിയന്ത്രിക്കാനും സ്വാധീനിക്കാനും ചൈന പാകിസ്ഥാനിലൂടെ വിചാരിച്ചാൽ നടക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അഫ്ഗാനിസ്ഥാനുമായി നേരിട്ട് ചൈന ബന്ധം ഉണ്ടാക്കുന്നത് പോലെ തന്നെ പാകിസ്ഥാനുമായിട്ടും ബന്ധം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. എന്ന് മാത്രമല്ല, പാകിസ്ഥാനിൽ നിന്ന് കൂടുതൽ ആപത്ത് നമ്മൾ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ താലിബാന്റെ പാകിസ്ഥാൻ രൂപം ഇപ്പോൾ പാകിസ്ഥാനിൽ ഒട്ടാകെ ഭീകരപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, ഈ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം വന്നതോടുകൂടി പാകിസ്ഥാനിലും താലിബാൻ മോഡൽ ഭരണം വരണമെന്നാണ് ഈ പാകിസ്ഥാനിലെ താലിബാൻ സംഘടന ആവശ്യപ്പെടുന്നത്. അപ്പൊ അത് എന്ന് മാത്രമല്ല, അഫ്ഗാനിസ്ഥാനിൽ ഈ താലിബാൻ ഭരണം വന്നതോടുകൂടിയിട്ടുണ്ടായിരിക്കുന്ന ഒരു വലിയ ഭീഷണി, ഈ അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ ലോകത്തിലെ എല്ലാ ഭീകര സംഘടനകളുടെയും തലസ്ഥാനമായി മാറിയിട്ടുണ്ട്. അവിടെ നിന്നുകൊണ്ട് ഇന്ത്യ ഉൾപ്പെടെ കാശ്മീർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഭീകരാക്രമണങ്ങൾ നടത്തുന്നതിന് വേണ്ടി IS, ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് സൗത്ത് ഏഷ്യ എന്ന് പറഞ്ഞിട്ടൊരു സംഘടന തന്നെയുണ്ട്. അപ്പൊ ആ തരത്തിൽ അവിടെ നിന്ന് ഭീകരപ്രവർത്തനം, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഭീകരപ്രവർത്തനം വരുന്നു, അതിനെ പാകിസ്ഥാനിൽ നിന്നും ഭീകരപ്രവർത്തനങ്ങൾ വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള നിരവധിയായ ത്രെട്ടുകൾ നിലനിൽക്കുമ്പോൾ ചൈനയെ സാമ്പത്തികമായി സഹായിക്കുന്ന ഇപ്പോഴത്തെ ഏക രാജ്യം, സൗദി അറേബ്യ പോലും സഹായിക്കുന്നില്ല, ആ തരത്തിൽ ഏക രാജ്യം ചൈനയാണ്. അപ്പൊ അങ്ങനെ, അതായത് ഇന്ത്യയും ചൈനയും, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമ്മൾ ചൈനയുമായിട്ട് നിരന്തരമായ ശത്രുതയിലേക്ക് പോയാൽ എത്രമാത്രം നമുക്ക് സമാധാനപരമായ സഹവർത്തിത്വം സാധ്യമാകുമെന്നുള്ളൊരു വലിയ പ്രശ്നമുണ്ട്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, എന്നാൽ നമുക്ക് നിങ്ങൾ പറഞ്ഞതുപോലെ ചൈനയെ വിശ്വസിക്കാൻ കഴിയുമോ? ചൈനയുടെ ഈ ആയുധ കരുത്തിന് മുന്നിൽ, സാമ്പത്തിക കരുത്തിന് മുന്നിൽ. പ്രൊഫസർ ആന്റണി, നമ്മുടെ സമയപരിമിതി അവസാനിക്കുന്നത് കൊണ്ടാണ്, ഏതായാലും ഈ രാജ്യങ്ങൾക്കിടയിൽ ഒരു സൗഹൃദം സാധ്യമാകും എന്ന ഒരു പ്രതീക്ഷ നമുക്ക് മുന്നോട്ട് വയ്ക്കാം. ആത്യന്തികമായി യുദ്ധമല്ല മാർഗം സമാധാനവും അതുപോലെ പരസ്പര വിശ്വാസവുമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. G20 അത്തരം പുതിയ വഴികളിലേക്കാണ് വാതായനങ്ങൾ തുറന്നിടുന്നത് എന്ന കാര്യവും നമ്മൾ ഓർത്തെടുക്കേണ്ടതുണ്ട്. G20യെ സംബന്ധിച്ച ഈ പ്രത്യേക പരിപാടി ഇവിടെ സമാപിക്കുന്നു. എന്നോടൊപ്പം ചേർന്ന അതിഥികൾ KP ഫാബിയാൻ, അതുപോലെ പ്രൊഫസർ ജോസഫ് ആന്റണി, PJ വിൻസെന്റ്, ഒപ്പം തന്നെ G20 ഡെസ്കിൽ നിന്ന് P പ്രജില. എല്ലാവർക്കും നന്ദി.